അപ്പോൾ ഇന്നും പതിവ് പോലൊക്കെ തന്നെ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ സ്വിഫ്റ്റ് ഇറക്കിയത് ഫോർച്യൂണറിൽ ഇറക്കണം. ഈ ഫോർച്യൂണർ നമുക്ക് കുറച്ചധികം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്വിഫ്റ്റിന് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നോവ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നോവയിലും കുറച്ച് അപ്ഡേഷൻസും കാര്യം ഫുൾ വർക്കുള്ള ഇന്നോവ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യും എന്തായാലും. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമുക്ക് ടച്ച് പോളിഷിന് വന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ക്രോം എലമെൻറ്റ്സ് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ബമ്പർ കോർണറിൽ കണ്ടോ, ഈ ബമ്പർ കോർണർ അതേപോലെ ഗ്രില്ലിൻ്റെ കണ്ടോ, ഈ ഒരു പോർഷനിലൊക്കെ ക്രോംസ് ഉണ്ടായിരുന്നു. അതുപോലെ ഡോർ അതൊക്കെ നമ്മൾ ഒഴിവാക്കി. അതുപോലെ ഡോറിൻ്റെ ബീഡിങ് കണ്ടോ, ഇത് നമുക്ക് ഒഴിവാക്കണം. ദെൻ നമ്മളെ ഒരു റിയർ ബമ്പറിൽ വരുന്ന ആ ഒരു പോർഷൻസ്, കാരണം ബമ്പർ പ്രൊട്ടക്ടർ എന്ന് പറയും കേട്ടോ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതേപോലെ തന്നെ ഈ ഡോർ ബീഡിങ് ഇതാ നമ്മൾ കുറച്ച് ഇതാക്കി ഇളക്കിയിട്ടുണ്ട്. ഉണ്ടോ, ഇതൊക്കെ എന്താക്കണം, കംപ്ലീറ്റ് ഒഴിവാക്കണം. കുറച്ച് ചടങ്ങുള്ള കാര്യം, കാരണം ഇത് പറിക്കാനുള്ള ചടങ്ങ്. ഈ ഒരു സംഭവം ക്ലീൻ ചെയ്യാനാണ് പണി. കാരണം ഈ ഒരു സംഗതി ഉണ്ടോ, ഈ ഒരു ഗമ്മ് ക്ലീൻ ചെയ്യാനാണ് ഇച്ചിരി പാട് നമുക്കുണ്ടാവുക, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പരിപാടി ഇതാണ്. സെക്കൻഡ് ഇതാണ് നമ്മൾ ഫോർച്യൂണർ ഉണ്ടോ, ഫോർച്യൂണർ നമുക്ക് ബൂത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം ഫോർച്യൂണർ നമുക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളും, കാരണം ടി ടിക്കറ്റൊക്കെ റെഡിയാണ്. അപ്പോൾ ടൈലാമ്പ് ഞാൻ മാറ്റിയ വീഡിയോ നിങ്ങൾക്ക് ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഈ പെയിൻറ്റിങ് ആണ്. അപ്പോൾ ഹെഡ്ലാമ്പ് മാറ്റുന്നുണ്ട്, അതിന് നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടാണ്. ഇത് വണ്ടി നമുക്ക് ഇന്ന് വന്നാട്ടോ, ഇത് വണ്ടി നമുക്ക് ഇന്ന് വന്നാണ്. ഇതിൽ നമുക്ക് ടച്ച് പോളിഷ് തന്നെയാണ്, കാരണം നമ്മൾ കോർണറും കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യാനുണ്ട്. ഇതിന് അലോയ്സ് ആഡ് ചെയ്യണം, ക്രിസ്റ്റയുടെ അലോയ്സൊക്കെ സെക്കൻഡ് എടുത്തിട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, പിന്നെ ഈ വണ്ടി ഇപ്പോൾ ഒന്നാണ്, ഇതും ഇങ്ങോട്ട് കയറ്റി ഇടണം. ഓക്കെ, അതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ലൈറ്റ്സ് നമ്മൾ ഇന്നലെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഡീറ്റെയിലൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഷോപ്പിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ. ഈ വണ്ടി നമ്മൾ വർക്ക് ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ നമുക്കിതിൽ കാര്യമായിട്ട് പോളിഷാണ്, ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ ബമ്പറിൻ്റെ കോർണറൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാണ്ട്, അതുപോലെ ഈ ബീഡിങ്ങല്ലേ ഡോറിൽ വരുന്നതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ മൊത്തം അടിക്കണം കേട്ടോ. ചിലപ്പോൾ ഗ്രില്ല് നമ്മളൊന്ന് മാറ്റും, നമുക്ക് ആ ഒരു പിന്നെ RS പോലത്തെ ഗ്രില്ലില്ല ഹണി, അത് ചെയ്യും. പിന്നെ ചെറിയ 1-2 അപ്ഡേഷൻസ് മാത്രമാണ് ഈ വണ്ടി നമുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളെ സ്പോട്ട് വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. കാരണം ഇത് കുറേ കാലം അടഞ്ഞെടുക്കായിരുന്നു, തുറന്നിരുന്നു ഇതിൻ്റെ ഇടയിൽ. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, അതായത് ഈ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും ഓപ്പൺ ആവും. പക്ഷേ അതുവരെ ഞങ്ങൾ ഇനി വീണ്ടും ഇവിടെ തന്നെ വീഡിയോ ചെയ്യും കേട്ടോ. ഇത് നമ്മുടെ ഒരു സിവിക്കിൻ്റെ ഡെലിവറി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട്. റെഡി 1 2 3 ഇനി വണ്ടി അങ്ങ് ജസ്റ്റ് ഇങ്ങനെ നോക്കി നടന്നത്. അപ്പോൾ ഈ ഒരു മുതൽ കുറച്ച് മുമ്പ് നമ്മൾ വർക്ക് ചെയ്ത് പോയൊരു വണ്ടിയാട്ടോ. അപ്പോൾ ഇതിൻ്റെ ബമ്പർ അന്ന് നമ്മൾ വെച്ചെടുത്തിരുന്ന വേറെ ഇത് നമുക്ക് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഡുവൽ ടൈപ്പിൽ വെക്കാൻ പറ്റിയ ബമ്പറാണ്. അപ്പോൾ ബമ്പറിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ ഒരു ഓഫ് റോഡ് ടച്ചിലുള്ള ആ ഒരു പോർഷൻ, കാരണം ഈ ഒരു കോർണർ പോർഷൻ മാറ്റിയിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ. അപ്പോൾ ചെറുങ്ങനെ ഡിസൈനിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിയാലും ഇതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വണ്ടി നല്ല രസമാട്ടോ വൈറ്റ്. സാധാരണ നമ്മൾ ഈ താറ് ബ്ലാക്കാണ് നമുക്ക് ലൈക്ക് ചെയ്ത് വേണം, പക്ഷേ വൈറ്റും ലുക്ക് തന്നെയാണ്. കാരണം ചെയ്യേണ്ട രീതി ചെയ്ത് കഴിഞ്ഞാലേ ഏത് വണ്ടിയും ലുക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബമ്പറിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോവാണേ. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ വണ്ടി നമ്മൾ ഏകദേശം 2-3 മാസം മുമ്പ് ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തൊരു വണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബമ്പർ നമുക്ക് 2 ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ പോവാണ്. അപ്പോൾ ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ കയറ്റിടണം. ഇന്നോവ ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് വണ്ടി പോയല്ലോ, അപ്പോൾ എന്തായാലും സ്പേസ് കാലിയായി. പിന്നെ നമുക്ക് പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട്, വോൾട്ടീസ് നമുക്ക് കളർ അപ്ഡേഷൻ വന്ന വണ്ടി കേട്ടോ. വണ്ടി വൈറ്റാണ് നിലവിലുള്ളത്. എന്തായാലും ഞാൻ നാളെ എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ വണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പോവാണ്. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.